എന്താ പറയാ ഒരു ഉത്ബോധിപ്പിക്കാനുള്ള ഒരു അതാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ? അതായത് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ് എന്നിരുന്നാലും. പിന്നെ ഒരു കാര്യം ഈ വിഷൻ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അതൊരു രഹസ്യമാണ്. ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത് മാത്രം ചെയ്യാന്നുള്ളതാണ് എന്റെ പോളിസി. യാത്രകൾ എനിക്കിഷ്ടമാണ്, ടെലിവിഷൻ കാണുന്നതൊക്കെ എനിക്കിഷ്ടമാണ്, പബ്ലിഷിംഗ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള തൊഴിലാണ്. അത് ആസ്വദിക്കുക ഞാൻ ചെയ്യുന്ന ഓരോ നിമിഷവും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇന്ന് ഉള്ള തരം വലിയ പ്രസ്സുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. ഒരു ചെറിയ ട്രെഡൽ പ്രസ്സിലാണ് എൻ്റെ പിതാവ് ലേബർ ഇന്ത്യ എന്ന പ്രസ്സിനെ ആരംഭിച്ചത്. അപ്പൊ അക്കാലത്ത് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നെല്ലാം കോട്ടയത്താണ്. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞുള്ള സമയത്ത് ഈ പ്രസ്സുകളിൽ പല പ്രസ്സുകളിലായിട്ട് പ്രിന്റ് ചെയ്യുക. അവിടുത്തെ ഒരു 7-8 പ്രസ്സുകളാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രിന്റ് ചെയ്ത ഫോറം ആണെന്ന് ഞങ്ങൾ പറയാ. അത് കൊണ്ടുവരണം. അന്ന് അച്ചുകൾ നിരത്തിയാണ് കമ്പോസ് ചെയ്യുന്നത്. ഈ ഗാലി ഈ അച്ച് നിരത്തിയ ഇത് ആ പ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്കണം. ഞങ്ങളുടെ പ്രസ്സിൽ തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ രാത്രി പോകും. രാത്രി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും, പാതിരാത്രിയാവും തിരിച്ചു വരും. എന്റെ കൂടെ ഒരു പ്രൊഡക്ഷന്റെ ഇന്നും ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഒരാളാണ്. അന്ന് പ്രൊഡക്ഷൻ മാനേജറായിട്ടില്ല, അദ്ദേഹം ഡ്രൈവ് ചെയ്യും, ഞാൻ കൂടെ ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മലയാള മനോരമയുടെ മുമ്പിൽ വണ്ടി നിർത്തും. അദ്ദേഹം വണ്ടി നിർത്തുന്ന അവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ നല്ല ദോശ കിട്ടും. എനിക്ക് ആവശ്യം അതായിരുന്നില്ല. മനോരമക്കാരറിയാതെ മനോരമയുടെ മുന്നിൽ രവിസാറിനൊക്കെ അറിയാം, അന്ന് അവരുടെ ജനലിൽ കൂടെ നോക്കിയാൽ ഒരു പ്രസ് പ്രിന്റ് ചെയ്യുന്ന കാണാമായിരുന്നു. അവിടെ വലിയൊരു പ്രസ്, ഗോസ് എന്ന് പറഞ്ഞൊരു പ്രസ്. അപ്പൊ രാത്രി 12 മണി കഴിയുമ്പോൾ ആദ്യ എഡീഷൻ അവർ അടിക്കാൻ തുടങ്ങും. ഞാനത് മണിക്കൂറുകളോളം കൊതിയോടെ നിന്ന് കാണുമായിരുന്നു. ഇങ്ങനെ മനോരമ പത്രം ഇങ്ങനെ ഒഴുകി വരുന്ന ഇങ്ങനെ ബണ്ടിലുകളായി വരുന്നത്. അവിടെ നിന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു പ്രസ് നമുക്ക് ഇന്ന് മരങ്ങാട്ടുള്ളിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇന്നത്തെ +1 പഠിക്കുന്ന കാലത്താണ് ദൂരദർശനിലേക്ക് ഒരു ടെലിഫിലിമിന്റെ സീരിയലിന്റെ പ്രോജക്റ്റുമായിട്ട് പോകുന്നത്. 11ാം ക്ലാസ്സുകാരൻ ദൂരദർശനിൽ ഒരു സീരിയൽ ഉണ്ടാക്കാൻ ചെന്നാലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ധൈര്യപൂർവ്വം അങ്ങ് പോയി, തിരുവനന്തപുരത്ത് പോയി ഈ പ്രപ്പോസലൊക്കെ കൊടുത്തു. ആ വരാന്തയിൽ കൂടെ പലതവണ ഈ പ്രപ്പോസലിന്റെ ഫോളോ അപ്പിന് വേണ്ടി പോകേണ്ടി വന്നു. അന്ന് നമുക്കറിയാം, ഒരു 11 വയസ്സുകാരന് കിട്ടുന്നത് നല്ലൊരു സ്വീകാര്യത ആയിരിക്കില്ല. പക്ഷെ ആ മോശം സ്വീകാര്യതയിലും ഞാൻ ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു കൊതി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലൊരു ചടങ്ങ് ഞാൻ തുടങ്ങും. അതിനുവേണ്ടിയുള്ള ഒരു പാഷനായിരുന്നു. അങ്ങനെ നിങ്ങളൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നിരിക്കട്ടെ, വീട്ടുകാരും നാട്ടുകാരും എല്ലാം നിങ്ങൾക്കെതിരാണ്. പക്ഷെ നിങ്ങൾ ഭീകരമായ പ്രണയത്തിലാണ്, പിരിയാൻ വയ്യാത്ത സ്നേഹത്തിലാണ്. അവിടെ അവസാനം സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ തർക്കിച്ച് പിരിയുമോ? പൈസയുടെ പേരിൽ നിങ്ങൾ വേണ്ടത് നോക്കുമോ? അവിടെ എന്റെ പ്രണയമാണ് ഇതൊക്കെ. അതെനിക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ ഗുഡ് ഈവനിങ് സർ. യാത്രയെ വളരെയധികം കുറച്ച് കഴിഞ്ഞിട്ട് ഗുഡ് ഈവനിങ് സർ. എന്റെ പേര് സുനിൽ എന്നാണ്. യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങയുടെ യാത്രാവിവരണത്തേകളോടൊപ്പം തന്നെ അങ്ങയുടെ വിശാലമായ കാഴ്ചപ്പാടുകളും പ്രായോഗിക ചിന്തകളും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സാർ, ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ അങ്ങയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് എന്നെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് കാണാതായ അതിന് ഉത്തരവാദി ഇദ്ദേഹമായിരിക്കുമെന്നും യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമെന്നും എഴുതിയ ഒരു വലിയൊരു ആരാധകനാണ് ഞാൻ. അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ സജീവമായി അങ്ങ് ഇടപെടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് മനസ്സ് മടുപ്പിക്കുന്ന മലയാളി അങ്ങേ മടുപ്പിക്കുമോ? അതോ നമ്മുടെ കേരളത്തിന്റെ ടൂറിസം ചിന്താഗതികൾ ആസ്വദിക്കുന്നതിനേക്കാൾ ഏറെ ആഘോഷിക്കാനും പ്രകൃതിയെ നശിപ്പിക്കാനും മനസ്സുള്ള മലയാളിയുടെ ചിന്താഗതി മാറുമോ? ടൂറിസത്തില് വലിയൊരു മാറ്റത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിൽ ടൂറിസത്തിന്റെ ചുമതലയുള്ള മെമ്പറാണ് ഞാനിപ്പോ. അതുകൊണ്ട് കേരളം നാളെ അത്ഭുതങ്ങളൊക്കെ വർദ്ധിസയമാകും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്കറിയാം കേരളം എന്താണെന്ന്. നല്ല പല ആശയങ്ങളെയും എതിർക്കാൻ കൊണ്ടുവരുന്ന അത്ര അല്ലെ അതിലേറെ അളവിൽ ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ എങ്കിലും ഇന്ന് പൊതുവെ മലയാളികളുടെ മനസ്സിൽ ടൂറിസം ആണ് നമ്മളുടെ ഇനിയുള്ള ഭാവി എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. കൂടാതെ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരാശയം ഏതെങ്കിലുമൊക്കെ കുറെ റിസോർട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ ആരംഭിക്കുക എന്നതിനപ്പുറം കേരളത്തിലെ ഓരോ മനുഷ്യനും, ഓരോ ഗ്രാമത്തിലും, ഓരോ വ്യക്തിയുടെയും വീട് പോലും ടൂറിസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ കഴിയുന്ന പുതിയ ചില പദ്ധതികളാണ്.
എല്ലാ മനുഷ്യർക്കും ടൂറിസത്തിന്റെ പ്രയോജനം കിട്ടുന്ന, അതിന്റെ ഷെയർ ഹോൾഡറായി മാറുന്ന, ടൂറിസത്തിന്റെ വരുമാനം ഓരോ കുടുംബത്തിലേക്കും ചെല്ലുന്ന ഒരു സങ്കല്പം. അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഒരു ടൂറിസ്റ്റ് വരുന്നത് അവിടെ ലോകാത്ഭുതങ്ങളൊന്നും കാണാനില്ല, അവിടെ ഒരു ബുർജ് ഖലീഫയില്ല, അവിടെ നയാഗ്ര ഫാൾസ് ഇല്ല, അവിടെ എവറസ്റ്റ് കൊടുമുടിയില്ല. നമുക്കുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാണ്, നമ്മുടെ ഒരു ജീവിത രീതിയാണ്, നമ്മുടേത് മാത്രമായ ചില പ്രത്യേകതകളാണ്, നമ്മുടേത് മാത്രമായ കലാരൂപങ്ങളാണ്, നമ്മുടേത് മാത്രമായ ആർക്കിടെക്ചർ അത്ഭുതങ്ങളാണ്, കേരളീയമായ വാസ്തുവിദ്യ, കേരളത്തിന്റെ ഉത്സവങ്ങളാണ്, കേരളത്തിന്റെ വള്ളംകളികളാണ്, തൃശ്ശൂർ പൂരം പോലുള്ള പൂരങ്ങളാണ്. ഇതിനെ ഓരോ ഗ്രാമത്തിലുള്ള ഇത്തരം ഉത്സവങ്ങളെ, ഓരോ ഗ്രാമത്തിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങളെ, അത് രൂപപ്പെടുത്തുന്ന ഘട്ടം മുതൽ വിളമ്പി കഴിക്കുന്നത് വരെയുള്ളത് ടൂറിസ്റ്റുകൾ കൂടെ അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഓരോ വീട്ടിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതൊക്കെ അത്ഭുതങ്ങളാണ് ടൂറിസ്റ്റുകൾക്ക്. ഇത് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലും. തായ്ലൻഡിലെ ഒരു കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന പാലാ പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിന്റെ നാട്ടിൽ നിന്ന് എന്നെ തായ്ലൻഡുകാര് ഒരു ദിവസം വില്ലേജ് ടൂർ എന്ന് പറഞ്ഞ കുട്ടികളുടെ $100 മേടിച്ച് കൊണ്ടുപോയത് റബ്ബർ ടാപ്പിംഗ് കാണിക്കാനാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്റെ ബാല്യകാലത്ത് ഞാൻ ഏറ്റവും നിർത്തിയിരുന്ന ജോലി എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കൊയ്ത്ത്, ഞങ്ങൾക്ക് നെല്ല് പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പാടം ഇപ്പോഴും ഉണ്ട്, അവിടെ ഇപ്പൊ വേറെ പരിപാടിയൊക്കെ നടക്കുന്നതെന്ന് മാത്രം. ഈ പാടത്ത് കൊയ്ത്തായി കഴിഞ്ഞാൽ ഈ കറ്റ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ട് നോക്കുന്നത്, ഇത് മെതിക്കാനൊക്കെ ആളുകൾ വരുമെങ്കിലും ഇത് കച്ചി ഉണക്കണ്ട, വൈക്കോൽ ഉണക്കേണ്ട ജോലി ഞങ്ങളുടെ പിള്ളേരുടെ. ഇത് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, വല്ലാത്ത ചൊറിച്ചിലായിരുന്നു. ഇതിന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരുന്നു അക്കാലത്ത് എന്റെ ഗവേഷണത്തിന്റെ പ്രധാന ഇനം. ഈ ബാലിദ്വീപിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ ടൂറിസ്റ്റുകൾ വില്ലേജ് ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് എങ്ങനെ നെല്ല് കൃഷി നടക്കുന്നു, എങ്ങനെ ഞാറ് നടുന്നു, എങ്ങനെ കൊയ്യുന്നു, എങ്ങനെ നെല്ല് പുഴുങ്ങി ഉണങ്ങുന്നു, എങ്ങനെ നെല്ലിനെ അരിയാക്കി മാറ്റുന്നു, അത് കഴിഞ്ഞ് എങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു $150 കൊടുത്താൽ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോ നിങ്ങളെ ഞാറ് നടാൻ അവര് സഹായിക്കും. നിങ്ങൾക്ക് ഒരു കറ്റ ഞാറ് തരും, നിങ്ങൾക്ക് ചെളിയിൽ ഇറങ്ങി നിന്ന് നടാം. ഇതൊരു വരി അങ്ങ് നേരെ ഒപ്പിച്ച് ഞാറ് നട്ടിട്ട് നല്ല മതാന്മാരൊക്കെ ഏറ്റു നിന്ന് വണ്ടർഫുൾ എന്ന് പറഞ്ഞ് എവറസ്റ്റ് കൊടുമുഴ മുകളിൽ കയറുന്നതിനൊക്കെ അത്ഭുതത്തോടെ അതിനെ ആഹ്ലാദത്തോടെ കണ്ടു നിൽക്കുന്നു, അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ എത്രയോ പാടം വെറുതെ കിടക്കുന്നു, ഈ സായിപ്പ്മാരെ കൊണ്ട് നമുക്ക് കൃഷി നടത്തിക്കൂടെ? ടൂറിസം ഒന്ന് നേരിട്ടാൽ മതി, നമ്മുടെ നെൽവയലുകളെല്ലാം വളർന്നു തുടങ്ങും. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധികൾ ഈ ടൂറിസത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത്തരം പദ്ധതികളാണ് നമുക്ക് ഇനി വേണ്ടത്. തീർച്ചയായും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇനി ഞാൻ ഈ പ്ലാനിംഗ് ബോർഡിന്റെ ചുമതല ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് പലതവണ ചിന്തിച്ചതാണ്. അപ്പോ പാർട്ട് ടൈം ആയിട്ടാണ്, കാരണം എന്റെ ജോലിയൊക്കെ നടക്കണം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചു. ഞാൻ ഈ പ്ലാനിംഗ് ബോർഡിലേക്ക് വരുന്നു എന്ന് ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ ധാരാളം ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇനി വല്ലതും നടക്കുമെന്നുള്ള മട്ടില് കമന്റുകളൊക്കെ എഴുതാറുണ്ട്. എനിക്ക് അതോടെ പേടിയായി. അപ്പൊ ഞാൻ അവസാനം ഒരു തീരുമാനം എടുത്തു, ഒന്നും നടന്നില്ലെങ്കിൽ ഒരു 2 വർഷം നോക്കും, ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ ആ മീറ്റിങ്ങുകൾക്ക് പോകുന്നതിനോ സിറ്റിംഗ് ഫീസോ TA ഒന്നും വാങ്ങണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു. മുമ്പേ പറഞ്ഞതുപോലെ സഞ്ചാരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനൊന്നും വരുമാനം നമുക്കില്ല. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ വരുമാനം ഉണ്ടാക്കണമെന്ന് വെച്ച് ഇറങ്ങിയതൊന്നും വിജയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ പലതിലും വരുമാനം ഒന്നും വേണ്ടാന്ന് വിചാരിച്ചപ്പോ അതൊക്കെ വലിയ ലാഭം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുന്നതിന് നേരെ എതിരാ മിക്കവാറും കാര്യങ്ങൾ നടക്കുക. അതെനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ എതിരായിട്ടുള്ള തന്നെ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിൽ നിന്ന് വരുമാനമൊന്നും വേണ്ടെന്നാണ് ഇപ്പൊ തീരുമാനം. ചിലപ്പോൾ വല്ലതും കിട്ടുമായിരിക്കും, അറിയില്ല. പക്ഷെ 2 കൊല്ലം നോക്കി ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ എനിക്കറിയാം ഇത്തരം ആശയങ്ങളെ നടപ്പാക്കാൻ കേരളത്തിൽ, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു സർക്കാരിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇത്തരം ഒരു ടൂറിസം നടപ്പാക്കാൻ ചില സഹകരണ സംഘടനകൾ, ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടെങ്കിൽ സാധ്യമാകും. സർക്കാർ എന്തിനാണ് ഇറങ്ങുന്നത്? ഇതിനുവേണ്ടി കാശ് മുടക്കാനാണ്. 5 പൈസ കയ്യിലില്ലാത്ത സർക്കാരിന്റെ പുറകെ നമ്മൾ എന്തിനാണ് നടക്കുന്നത്? അതിൽ കൂടുതൽ കാശ് നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ട്. നമുക്ക് മുന്നിട്ടിറങ്ങിയാൽ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഇറങ്ങിയാൽ കേരളത്തിൽ പുതിയൊരു കേരള സംസ്കാരം, പുതിയൊരു ടൂറിസം സംസ്കാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. സർക്കാർ നടത്തുന്ന നമുക്ക് നോക്കാതെ ഒരു അവസരം കൊടുക്കണ്ടേ? അപ്പോ ഇത് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും അധികം മാറേണ്ടത്
വൃത്തിയും വെടിപ്പുമില്ലായ്മയാണ് ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് സർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പൊ യു എയിലും യൂറോപ്പിലാണെങ്കിലും യു എയിലാണെങ്കിലും തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടത് വൃത്തിയും വെടിപ്പും തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിന്റെ വ്യത്യാസം ഒന്നും. ഇവിടുന്ന് അവിടെ വരുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് ആ ഡിഫറൻസ് അറിയുന്നത്. ഞങ്ങൾ അവിടെ സ്ഥിരം ജീവിക്കുന്നവർക്ക് ഈ വലിയ വ്യത്യാസം അറിയില്ല. ഞങ്ങൾ അതെല്ലാം ഏറ്റവും ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണെന്ന് എല്ലാ ദിവസവും ഞങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണിത് എന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മനസ്സിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. പക്ഷെ നിങ്ങൾക്കറിയാം ആ വ്യത്യാസം എന്താണെന്ന്. പിന്നെ എനിക്ക് ബലമായ സംശയം, ഇപ്പൊ ഫോർട്ട് കൊച്ചി പോലുള്ള സ്ഥലത്തൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എന്നിട്ടും ടൂറിസ്റ്റുകൾ വരുന്നത് ഇത്തരം വൃത്തികെട്ട ചില കാഴ്ചകൾ വേറൊന്നും കാണാൻ കിട്ടാത്തതുകൊണ്ട് വരുന്നതാണോ എന്നൊരു സംശയം. അത് ചിലപ്പോൾ നമ്മുടെ ഒരു അതടിച്ചു വാരിയാൽ ചിലപ്പോൾ ഇവർ വരുന്നൊന്നും വരില്ല. അടുത്ത ചോദ്യം. ഷമീർ, ഒറ്റപ്പാലം സ്വദേശിയാണ്. വ്യക്തിപരമായ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. 10ാം ക്ലാസ്സിലെ ലൈബ്രറി മുതൽ ഇപ്പോൾ പ്രവാസിയുടെ നിദ്രാധീനമായ രാത്രികൾ അസ്വസ്ഥതകൾക്ക് വിട്ടുകൊടുക്കാത്ത സഫാരി ചാനൽ വരെ വ്യക്തിപരമായ നന്ദി താങ്കളോട് ഞാൻ അറിയിക്കുകയാണ്. ചോദ്യം അതല്ല, കേരളത്തിന്റെ മുഴുവൻ ആദരവ് ഏറ്റുവാങ്ങിയ, ലോകത്തിലെ മലയാളികളെ മുഴുവൻ ആദരവ് ഏറ്റുവാങ്ങിയ ആരവങ്ങളില്ലാത്തൊരു യാത്രികൻ, പുതിയ കാലത്തിന്റെ യാത്രികരെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? യാത്ര ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ പുതിയ കാലത്തെ യാത്രികരെ നോക്കിക്കാണുന്നതോടൊപ്പം പഴയ കാലത്തെ യാത്രികരെ ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. എനിക്ക് മുമ്പ് യാത്ര ചെയ്തവർ, എസ് കെ പൊറ്റക്കാടിനെ പോലുള്ള ആളുകൾ, അവർ യാത്ര ചെയ്ത അനുഭവങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അതിൽ നിന്ന് വളരെ മാറ്റങ്ങളുണ്ടായ, സൗകര്യങ്ങളുണ്ടായ ഒരു കാലത്താണ് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നത്. അന്ന് പക്ഷേ ഒരു വിഷ്വൽ മീഡിയയില് പരിപാടികൾ ചെയ്യുന്നതിന് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. വലിയ ക്യാമറ, ഇന്റർനെറ്റ് ഇല്ല, ഗൂഗിൾ ലഭ്യമല്ല, ഗൂഗിൾ മാപ്പില്ല, ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ കത്തയച്ചോ ഇമെയിൽ അയച്ചോ, ഇമെയിൽ പോലും പലതും ലഭ്യമല്ല. ട്രാവൽ ഏജന്റുമാർ ടെലക്സ് വഴി ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്ന ഒരു കാലം. പോകുന്ന നഗരത്തിൽ എവിടെയാണ് ഹോട്ടൽ എന്ന് പോലും നമ്മൾ അറിയാതെ കണ്ടമാനം കറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ. പലപ്പോഴും ടെൻഷൻ അടിച്ച് വേണ്ട കാഴ്ചകളൊന്നും ചിത്രീകരിക്കാൻ കഴിയാതെ നിരാശയോടെ മടങ്ങി വന്ന യാത്രകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി, ടെക്നോളജി മാറി, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്താവുന്ന സ്ഥിതി എത്തി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സൗകര്യങ്ങളെ പുതിയ തലമുറ ഉപയോഗപ്പെടുത്തും. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഗുണമുണ്ടാവും. അതിന് വേണ്ട ശൈലിയിലായിരിക്കും അവർ രൂപപ്പെടുത്തുക. അത് പോസിറ്റീവായ മാറ്റം തന്നെയാണ്. പിന്നെ മാധ്യമപ്രവർത്തനത്തിൽ 2 തരം മാധ്യമങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുന്നില്ല. ഒരു ടെലിവിഷൻ ചാനൽ എന്ന് പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടിയിട്ടാണ്. ടെലിവിഷൻ ചാനലിന്റെ ദൗത്യം, ഞാൻ മാധ്യമപ്രവർത്തനം പഠിച്ച ഒരാളാണ്, മാധ്യമപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇവരൊക്കെ ജനത്തിന് എന്തു വേണം എന്ന് അന്വേഷിച്ചു കൊടുക്കലല്ല മാധ്യമപ്രവർത്തനം. ജനം എന്തറിയണം എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അവരെ ഉത്ബുദ്ധരാക്കുന്നതാണ്. സോഷ്യൽ മീഡിയ എന്നാൽ നേരെ തിരിച്ചാണ്. ജനത്തിന് എന്താണ് ഇഷ്ടം? ഇപ്പൊ ചിലർക്ക് സോഷ്യൽ മീഡിയയില് പ്രേക്ഷകര് കമന്റുകൾ എഴുതുമ്പോൾ പറയും, ഇപ്പൊ എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് ഇതുവരെ കാണിക്കാത്തത് എന്ന്. സഞ്ചാരത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ സഫാരിയിൽ നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതേ ചോദ്യം ശ്രീകണ്ഠൻ നായരിനെ ചോദിച്ചത് നിങ്ങൾക്കറിയാം. അപ്പൊ അത് മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ കാണുന്ന മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ടെലിവിഷൻ ചാനലിന്റെ ശൈലി അതല്ല. അവിടെ നമ്മൾ ഉയർന്ന ചിന്തയിൽ നമ്മൾ നിൽക്കുക, ഈ ഉയർന്ന ചിന്തയിലേക്ക് നമ്മൾ പ്രേക്ഷകരെ വളർത്തിക്കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ ദൗത്യം. അല്ലാതെ പ്രേക്ഷകരുടെ ലെവലിലേക്ക് പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്നോ അവരാഗ്രഹിക്കുന്നത് കൊടുക്കുന്ന ഒരു കമ്പോളം അല്ല ഇത്. അപ്പൊ ഇത് ഒരു സ്കൂളില് ഒരു അധ്യാപകൻ വന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം പഠിപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് പോലെയാണ്. അതല്ലല്ലോ നമ്മുടെ ആവശ്യം. കുട്ടിയെ ഈ അധ്യാപകന്റെ അറിവിന്റെ ചക്രവാളത്തിലേക്ക് വളർത്തിയെടുക്കുകയാണ് ഒരു അധ്യാപകന്റെ ജോലി. ഞാൻ ചെയ്യുന്ന ഒരു അധ്യാപന പ്രോസസ്സാണ്. അപ്പൊ എനിക്ക് എന്റെ പ്രേക്ഷകരെ, അവരുടെ ചിന്തകളെ കുറെ കൂടി ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. എന്റെ അനുഭവം, എന്റെ പ്രേക്ഷകർക്ക് എന്നേക്കാൾ അറിവ് വെക്കുന്ന ആ ദിവസം, ആ നിമിഷം ഞാൻ ഈ പണി നിർത്തേണ്ടതുണ്ട്. അതും എനിക്കറിയാം നന്നായിട്ട്. അപ്പൊ ഞാനത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രേക്ഷകര് എങ്ങനെയാണ്? അപ്പൊ ഇനി അധികം നാള് എനിക്ക് ഈ പണി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സഫാരിയുടെ പ്രേക്ഷകര് അത്യാവശ്യം നല്ല ഉത്ബുദ്ധരായ ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല, നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല.
കാരണം ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെയുള്ള ഒരു ബാച്ചലറായി ജീവിക്കുന്നവരുടെയൊക്കെ ഏക ഒരു ആശ്രയമാണ് രാത്രികാലങ്ങളിൽ സഞ്ചാരത്തിലൂടെ മുന്നോട്ട് പോവുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നമസ്കാരം സാർ. കുറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചതാണ് നേരിട്ടിട്ട്. അത് ഈ ബുക്ക് ഫെയർ തന്നെ നമുക്ക് സാധിച്ചു. സാറിന്റെ ചില സംസാരങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഒരു ഹാസ്യ രൂപത്തിലാണ് അവതരിപ്പിച്ചെങ്കിലും വലിയൊരു മെസ്സേജാണ് ഈ സദസ്സിൽ കൊടുത്തിട്ടുള്ളത്. ആ കൃഷി കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ അത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം എന്ന് സാറ് പറഞ്ഞല്ലോ. അതെല്ലാവരും ഉൾക്കൊള്ളണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സാറിന്റെ പ്രോഗ്രാമിൽ സഞ്ചാരികളൊക്കെ ഒരു സംശയം ഏറ്റവും ആകർഷിച്ചത്, ഞങ്ങളൊക്കെ രാത്രി 9-10 മണി വരെയൊക്കെ ജോലി ചെയ്ത് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഈ സഞ്ചാരം കണ്ടു കഴിഞ്ഞാൽ അത് കുറെ നേരം കണ്ടിരുന്നിട്ട് കിടന്നുറങ്ങുന്നത് താങ്കളുടെ ആ അവതരണം, ആ സംസാരം, അത് സാറ് തന്നെയാണോ അത് ചെയ്യുന്നത്? അത് ഭയങ്കര രസമാണ്. എന്തായാലും എന്നോടുള്ള ആദരവല്ല ഇപ്പൊ പോവും. അത് അനീഷ് പുന്നൻ ബീച്ചർ എന്നൊരാളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അതെ, ഇപ്പൊ ഒരു സഞ്ചാരം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹമാണ് അതിന്റെ ശബ്ദം നൽകുന്നത്. സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന് പറയുന്ന പരിപാടിയിലാണ് കേൾക്കുന്ന ആ പഞ്ഞ ശബ്ദമാണ് എന്റേത്. നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ, ഒരുപാട് തവണ സാറ് തന്നെ പരിചയപ്പെടുത്തിയതാണ് ആ ശബ്ദം. അടുത്തതായി ഹലോ സർ. ആദ്യമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലെജൻഡിന്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പേര് അഫ്സർ. ഞാൻ സ്വദേശം കണ്ണൂരാണ്. ഞാനിവിടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജബലലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാധാരണ 8 മണി 8:30 ആകുമ്പോൾ എത്തുള്ളൂ. ഇന്ന് എങ്ങനെയാണ് അവിടുന്ന് ഇവിടെ എത്തിയെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. കാരണം സാറിനെ കാണാനുള്ള ഒറ്റൊരു ത്വരകൊണ്ട് മാത്രമാണ്. സാറിന്റെ വീഡിയോസ് ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സാറിനോടുള്ള യാത്രയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് യാത്ര കൂടുതലായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം ജോലിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ UAE നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സാറിന് ശ്രദ്ധിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. സാറിന് അത് ഇൻഡെപ്ത് ആയിട്ട് ആ യാത്രയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സാറിന്റെ ഹിസ്റ്ററി സാർ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചില കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻഡെപ്ത് ആയിട്ട് സാറിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഹിസ്റ്ററിയിൽ ഇറങ്ങി ചെന്നിട്ട് സാർ കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് നമ്മളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാർ ഇതൊരു മണി മാറ്റർ ആയിട്ട് ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സാറിനെ മോണിറ്റർ ചെയ്യുന്നുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല സാറിന് ഒരിക്കലും ഒരു മണി മാറ്റർ അല്ല എന്നുള്ളത്. അപ്പൊ സാറിന് എന്തെങ്കിലും ഒരു പേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സാറിനെ സ്വാധീനിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ സാറ് ഏതെങ്കിലും ഒരു വ്യക്തി ഇതില് സാറിന് ഇതില് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ സാറിന് ഇതിനോട് എന്താണ് യാത്ര എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ചെറുതില് കാണുന്ന സമയത്ത് ചെറുതിലൊക്കെ സാറിന്റെ ചാനലുകളൊക്കെ ഭയങ്കര എന്താ പറയാ, അത് കാണാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത്രയും കൂടുതൽ നമുക്ക് സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സാറിന് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാനും ഈ താല്പര്യം എങ്ങനെ വന്നതെന്നുള്ളത് ഈ എല്ലാവരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് അത് ഒരുപാട് സാറിനോടുള്ള ഇഷ്ടം കൂടാനും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സെക്കൻഡ് ചോദ്യങ്ങൾ ടു ദ പോയിന്റ് ആകണം. കാരണം കുറെ അധികം പേര് ചോദിക്കാനുണ്ട്. സമയം നമുക്ക് കുറവാണോ? കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ അനൗൺസ്മെന്റ് എനിക്കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവും വളരെ നീണ്ട ഒരു ഉത്തരം ചോദ്യം പോലെ തന്നെ ആയി പോകും. അത് ഏതാണ്ട് ഒരു 2.5 മണിക്കൂറുള്ള വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കിടക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്, ഇതെങ്ങനെയാണ് അതൊരു പെട്ടെന്ന് പറയാനുള്ളത്. കൂടുതൽ പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ തന്നെയായിരുന്നു ആദ്യഘട്ടത്തില്. പൈസ ഉണ്ടാവണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിലൂടെ ഇതൊരു ജീവിതമാർഗമാക്കി ടെലിവിഷൻ മേഖല പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയ ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി നമുക്ക് ത്യജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൈസ ഇല്ലെങ്കിലും
ഇതുമായി മുമ്പോട്ട് പോവുക തന്നെ. എന്തെങ്കിലും ഒരു ദിവസം പൈസ നമ്മളെ തേടി വരും എന്ന ചിന്തയിൽ തന്നെ പോയത്. അപ്പൊ അതുകൊണ്ട് ആ കഥ മുഴുവൻ എനിക്കിപ്പോൾ പറയാൻ നിർവാഹമില്ല. യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട്, ഏതായാലും ഒന്ന് തപ്പിയെടുക്കും. ഒരു വ്യക്തി എന്നെ അങ്ങനെ ഒരു വ്യക്തിയെ കോപ്പി അടിക്കാൻ ഞാൻ, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പല ആളുകളുണ്ട്, നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ചില കാര്യങ്ങൾ ചിലരിൽ നിന്ന് എടുക്കുന്നു. എന്റെ പിതാവിൽ നിന്ന്, എന്റെ മാതാവിൽ നിന്നൊക്കെ ആരംഭിച്ചത് റിച്ചാർഡ് ബ്രാൻസൺ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പോലുള്ള ആളുകൾ ഒക്കെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. ഒരു വ്യക്തിയെ അതുകൂടി കോപ്പി അടിക്കലല്ലോ നമ്മൾ ചെയ്യുന്നത്. എല്ലാം അത്തരം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ സാറ് നേരത്തെ പറഞ്ഞ് വിശദമായിട്ടുണ്ട്. നമ്മളൊന്ന് ആദ്യം മുതലേ നോക്കിയാൽ നമുക്കതൊക്കെ മനസ്സിലാവുന്നതാണ്. എന്റെ പേര് ദിവ്യ, ഞാൻ അരിമാലിയിൽ നിന്ന് വരുന്നത്. ഞാൻ സാറിന്റെ ഒരുപാട് വലിയ ഫാനാണ്. ഈ സാർ ചോദിച്ചൊരു ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അനീഷ് പുല്ലൻ പീറ്റർ ആണ് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് തരുന്നത്. അത് ഞാൻ അനീഷ് പുല്ലൻ പീറ്ററിന്റെ ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ട്. സാർ എങ്ങനെയാണ് അനീഷിനെ സെലക്ട് ചെയ്തത്? ആ ഒരു പ്രോഗ്രാമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അനീഷ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരാളെ തപ്പിയെടുത്തതല്ല. സഞ്ചാരം തുടങ്ങിയ കാലത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് അനീഷിനെ മാത്രമേ കിട്ടുമായിരുന്നു. പിന്നീട് അത് സഞ്ചാരത്തിന്റെ ശബ്ദമായിട്ടൊക്കെ മാറി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെ മലയാള അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു, മലയാളം ചൊവ്വ വായിക്കാൻ പഠിപ്പിച്ചു, ഉച്ചാരണം പഠിപ്പിച്ചു. ഞങ്ങളിതൊക്കെ അനീഷിനെ ഇടയ്ക്ക് കളിയാക്കുന്നതാണ്. അനീഷ് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചയാളാണ്. അപ്പോൾ അതിന്റെ ചില പോരായ്മകൾ നിങ്ങളൊക്കെ ചില കത്തുകളൊക്കെ അയക്കാറുണ്ട്. അയാൾ ക്ഷ പറയുന്നത് ശരിയല്ല, ഖ പറയുന്നത് ശരിയല്ല എന്നൊക്കെ. അതൊക്കെ രതീഷ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ മെനക്കെട്ടിരുന്ന് അദ്ദേഹത്തെ കൊണ്ട് പലതവണ സഞ്ചാരത്തിന്റെ റെക്കോർഡിംഗ് എന്ന വളരെ രസമാണ്. അത് ഒരു 3.5 മണിക്കൂർ നേരത്തെ അത്യധ്വാനം. അനീഷും രതീഷും കൂടെ ഉള്ള ഒരു പോരാട്ടമാണ് സത്യത്തിൽ സ്റ്റുഡിയോയിൽ നടക്കുന്നത്. സർ നമസ്കാരം. ആദ്യം തന്നെ സഫാരി എന്ന ചാനൽ ഇത്ര യുണീക്ക് ആയിട്ടുള്ള ചാനൽ കൊണ്ടു നടക്കുന്നതിന് ആദ്യമായിട്ട് അഭിനന്ദനം പറഞ്ഞോട്ടെ. താങ്കളുടെ സഞ്ചാരിയിലുപരിയായിട്ട് താങ്കൾ സഫാരി ചാനലിലെ പ്രോഗ്രാം, അതായത് ചരിത്രമിനിലൂടെ, അതിൽ ഒരു വിഷ്വൽ പോലും കാണിക്കാതെ ആ ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഡെന്നിസ് ജോസഫ് ആണെങ്കിലും അദ്ദേഹത്തിന് ശേഷം ഇപ്പം ഷിബു ചക്രവർത്തിയുടെ, അവരൊക്കെ ഒരു കാലഘട്ടത്തിലെ സിനിമ, മലയാള സിനിമ, ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തിലെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്നു. അതിനുവേണ്ടി സാറിന്റെ ഒരു ടെക്നിക്കൽ ബ്രില്യൻസിനെ ആദ്യം അഭിനന്ദിച്ചോട്ടെ. ചെറിയൊരു ചോദ്യം മാത്രം. സാറിപ്പം കേരളത്തിന്റെ ഒരു ട്രാവൽ അംബാസഡർ പോലെ മലയാളിയെ യാത്ര ഇങ്ങനെ കാണുന്നതിനെ പറ്റി പ്രചോദിപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നേരത്തെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, എന്റെ ഫോട്ടോ ഇട്ട് സാറിന്റെ ഫോട്ടോ ഇട്ട് ഇല്ലെങ്കിൽ എന്നെ കാണാതായ സാറാണ് ഉത്തരവാദി എന്ന്. ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമുക്ക്, ലഡാക്കിലേക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവര് ഇറസ്പോൺസിബിൾ ആവുന്നുണ്ടോ ലൈഫിൽ യാത്ര കാരണം? അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. കാരണം യാത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഒരാൾ യാത്ര ചെയ്താലും നല്ലത് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അവനവനെ തിരിച്ചറിയുകയും ലോകം എന്താണെന്ന് പഠിക്കുകയും ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല നമ്മൾ തനിച്ച് യാത്ര ചെയ്യുന്നത്. അത് സമൂഹത്തെ ധിക്കരിച്ചിട്ടാണെങ്കിലും യാത്ര ചെയ്യുന്നതിൽ ഒരു തെറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം. യാത്ര കൊണ്ട് ഒരാൾക്ക് നഷ്ടമുണ്ടാവില്ല. കാരണം ഇന്ന് ഈ കസേരയിൽ ഞാൻ ഇരിക്കാൻ കാരണം യാത്രയാണ്. സഫാരി എന്നൊരു ചാനൽ ഉണ്ടാവാൻ കാരണം, അത് ഇങ്ങനത്തെ ഒരു ചാനലായി മാറാൻ കാരണം, പൈസ മാത്രമല്ല എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്ന് തിരിച്ചറിയാൻ കാരണം ഒക്കെ എന്റെ യാത്രകളാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ നിങ്ങൾ എത്ര യാത്ര ചെയ്യുന്നു അത്രയും നിങ്ങൾ പുതിയ മനുഷ്യരാവും, ആശയങ്ങൾ നിറഞ്ഞ മനുഷ്യരാവും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളായി മാറും. ഒന്നുകൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിസ്പ് ആക്കിയ സാറിന് ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ക്രിസ്പ് ആക്കിയ കുറെ ആൾക്കാർക്ക് ചാൻസ് കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ പേര് വനിത. നേരത്തെ കേരള ടൂറിസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരൊറ്റ ചോദ്യം, ബഹിരാകാശ ടൂറിസത്തെ കുറിച്ച് ഇന്ത്യയുടെ ഒരു സാധ്യതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ത്യക്കാണ് തീർച്ചയായും റിച്ചാർഡ് ബ്രാൻസനേക്കാൾ സാധ്യതയുള്ളത്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. കാരണം നമുക്ക് ബഹിരാകാശത്തേക്ക് ബഹിരാകാശ വാഹനങ്ങൾ അയക്കാനുള്ള ടെക്നോളജി ഉണ്ട്. മനുഷ്യനെ അയക്കാൻ നമ്മൾ അധികം താമസിയാതെ ആരംഭിക്കും. തീർച്ചയായും ആ സമയത്ത് ഇന്ത്യയും ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ചരക്ക് ലോറികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടാവും? ചരക്ക് ലോറികൾ മാത്രം.
ഇന്ത്യയിലെ ഇപ്പോഴത്തെ ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം ഈ ചരക്ക് ലോറികളാണ് അയക്കുന്നത്. അതായത് പേടകങ്ങൾ അവിടെ എത്തിക്കുക, തിരിച്ചു കൊണ്ടുവരിക. വാഹനം, ഗതാഗതം, യാത്ര എന്ന് പറഞ്ഞാൽ ചരക്ക് മാത്രം കൊണ്ടുപോകലല്ല, മനുഷ്യനെ കൊണ്ടുപോകലാണ് ആത്യന്തികമായിട്ടുള്ളത്. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് തൊഴില്, ജീവിത സാധ്യതകൾ തേടി വന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് തൊഴിൽ തേടി ചിലപ്പോൾ ചന്ദ്രനിലേക്കായിരിക്കാം, ചൊവ്വയിലേക്കായിരിക്കാം. ആയിരിക്കാമല്ല, ആയിരിക്കും. കാരണം നമ്മുടെ വിഭവങ്ങൾ, ഭൂമിയുടെ വിഭവങ്ങൾ കുറഞ്ഞു വരികയാണ്. നമുക്ക് മൂലകങ്ങൾ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഖനിജങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. മനുഷ്യന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. എങ്ങനെയാണ് 100 വർഷം കഴിഞ്ഞ് മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്? അതിനുള്ള വിഭവങ്ങൾ എവിടെ ലഭിക്കും? അത് തേടിയാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന പദ്ധതികൾ വളരെ തീവ്രഗതിയിലാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ടെക്നോളജി വളർത്തുന്നതിന് വേണ്ടിയാണ് സ്പേസ് ടൂറിസം പോലുള്ള പേരിട്ട പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മക്കൾ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു യാത്രാ പദ്ധതിയുടെ ആദ്യത്തെ യാത്രികൻ എന്ന് കൂട്ടിയാൽ മതി. ഞാനൊക്കെ നടത്തുന്ന യാത്രയാണ്. അത് അനുബന്ധമായി ചോദിച്ചോട്ടെ, ആ യാത്ര എവിടം വരെ എത്തി എന്നറിയാൻ ഒരു ആകാംക്ഷയില്ല. ആ യാത്ര എവിടം വരെ എത്തിയെന്ന് ചോദിച്ചാൽ യാത്ര പുറപ്പെട്ടെങ്കിൽ മാത്രമല്ലേ ചോദിക്കാൻ കഴിയുള്ളൂ. നമ്മള് ഇപ്പോഴും പുറപ്പെട്ടിടത്ത് തന്നെ നിൽക്കുകയാണ്. സ്പേസ് ടൂറിസത്തിന്റെ ആദ്യഘട്ടം എല്ലാം പൂർത്തിയായി. പരിശീലനങ്ങളാണ് ആദ്യഘട്ടം, അതെല്ലാം കഴിഞ്ഞു. പക്ഷേ ടെസ്റ്റ് ഫ്ലൈറ്റുകളെല്ലാം വിജയമായിരുന്നു. ഇടയ്ക്ക് ചില പരാജയങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിക്കപ്പെട്ടു. റിച്ചാർഡ് ബ്രാൻസൺ എന്ന ഈ കമ്പനിയുടെ ചെയർമാൻ ഉൾപ്പെടുന്ന ഒരു ടീം ജൂലൈ മാസത്തിൽ സ്പേസിൽ പോയി. അതോടെ പരീക്ഷണ പറക്കലുകളെല്ലാം അവസാനിച്ചു. ഇനി നിയമപരമായും സാങ്കേതികമായും അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കിട്ടേണ്ട ചില അനുമതികൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ, അനുമതികളൊക്കെ ഏതാണ്ടായിട്ടുണ്ട്, താമസിയാതെ തന്നെ മിക്കവാറും അടുത്ത വർഷം തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹലോ, നമസ്കാരം. ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് അനുവദിച്ച സമയം 9:15 വരെയാണ്. ഇതിന് ഞങ്ങളൊരു അരമണിക്കൂർ എക്സെപ്ഷൻ മറ്റൊരു കാര്യത്തിൽ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിന് ആൾക്കാർ പുറത്ത് വെക്കൊണ്ട് ഒരു സെഷനിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ഷമിക്കണം, ഒരു 3-4 മിനിറ്റ് ബാക്കിയുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ. ഇഫ് യു ആർ ഓക്കെ വിത്ത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സർ, അതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഇവിടെ ബുക്ക് സൈനിങ് സെഷൻ ഉണ്ട്. സാറിന്റെ ബുക്സ് ഇവിടെ അവൈലബിൾ ആണ് കൗണ്ടറിൽ, ഡോറിന് പുറത്ത്. അപ്പൊ ആർക്ക് വേണമെങ്കിൽ ബുക്സ് സാർ തന്നെ സൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കണം. താങ്ക് യു. ഇപ്പോൾ ഇവിടെയുള്ളവർ എല്ലാവരും ഒരു ചോദ്യം. ഹലോ സാറിന് എന്നെ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ഞാനിത് ചോദ്യം ചോദിക്കാനുള്ള സെഷനായിട്ടല്ല ഉപയോഗപ്പെടുത്തുന്നത്, ഒരു അക്നോളജ്മെന്റിനുള്ള